പുതിയ KPC അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും സോണിയാഗാന്ധിയെയും നേരിൽ കണ്ട് മുഖ്യമന്ത്രി VD സതീശൻ അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട തന്റെ അഭിപ്രായം അറിയിച്ചു. കേരളത്തിലെ പ്രമുഖ നേതാക്കളെ ഓരോരുത്തരെയായി ഡൽഹിയിലേക്ക് വിളിച്ച് വ്യക്തിപരമായ അഭിപ്രായം തേടിയ ശേഷമായിരിക്കും ഹൈക്കമാൻഡ് അന്തിമ തീരുമാനം എടുക്കുക. കൊടിക്കുന്നിൽ സുരേഷ്, മാത്യു കുഴൽനാടൻ, ബെന്നി ബെഹനാൻ, ഷാഫി പറമ്പിൽ തുടങ്ങിയ പേരുകളാണ് ചർച്ചകളിൽ സജീവമായി ഉള്ളത്. ഡാൻ കുര്യനുണ്ട്. ഡാന്, കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട ചർച്ചയാണ്. കാരണം KPCC അധ്യക്ഷനില്ലാത്തതിൻ്റെ പ്രശ്നം പാർട്ടി ഭരണ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ള വിമർശനം ഉയർന്നിട്ടുണ്ട്. പാർട്ടിയുടെ പല നിലപാടുകളും സർക്കാരിനെ ബോധ്യപ്പെടുത്തുക എന്ന കാര്യത്തിൽ ഇപ്പോഴും ചില ആശയക്കുഴപ്പങ്ങളും അവ്യക്തതകളും മറ്റുമുണ്ട്. അപ്പോൾ ഒരു മുഴുവൻ സമയ പ്രസിഡന്റിലേക്ക് കാര്യങ്ങൾ എത്തണം. അതിനുള്ള ചർച്ചകളാണല്ലോ സജീവമായി നടക്കുന്നത്. ആരുടെ പേരിനാണ് ഇപ്പോൾ മുൻതൂക്കം? കേരളത്തിലെ പുതിയ KPCC അധ്യക്ഷനെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് സജീവമായ ഇടപെടലുകളും ചർച്ചകളുമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി കൂടിയായ VD സതീശനെ ആദ്യഘട്ട ചർച്ചകൾക്കായി കഴിഞ്ഞ ദിവസം ദേശീയ നേതൃത്വം ഡൽഹിയിലേക്ക് വിളിച്ചത്. അദ്ദേഹം മല്ലികാർജ്ജുന ഖാർഗെയുമായും സോണിയാഗാന്ധിയുമായും നേരിൽ കണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇക്കാര്യത്തിൽ അറിയിക്കുകയും പാർട്ടിയും സർക്കാരും തമ്മിൽ ഏകോപനം ഉണ്ടാകേണ്ടതിൻ്റെ പ്രാധാന്യം, അത്തരത്തിൽ ഏകോപനത്തിലേക്ക് നയിക്കുന്ന ഒരാളാകണം അധ്യക്ഷ പദവിയിലേക്ക് എത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ദേശീയ നേതൃത്വത്തെ അറിയിച്ചതായാണ് വിവരം. പക്ഷേ ഇന്നലെ പ്രതിഷേധ സമരങ്ങൾ നടന്ന പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധിയെ നേരിൽ കണ്ട് 4 മണിക്കായിരുന്നു രാഹുൽ ഗാന്ധിക്ക് കൂടിക്കാഴ്ച അനുവദിച്ചിരുന്നത്. പക്ഷേ ആ കൂടിക്കാഴ്ച നടന്നില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും VD സതീശന് പിന്നാലെ, മുഖ്യമന്ത്രിക്ക് പിന്നാലെ സംസ്ഥാനത്തെ KPCCയുടെ നിലവിലെ അധ്യക്ഷൻ സണ്ണി ജോസഫ്, മറ്റ് വർക്കിംഗ് പ്രസിഡന്റുമാർ, അതോടൊപ്പം സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ, ഇവരുമായി എല്ലാം ഒറ്റയ്ക്ക് ഹൈക്കമാൻഡ് നേതൃത്വം വിശദമായ അഭിപ്രായം തേടൽ നടത്തും. അതിനുശേഷം മാത്രമേ ഒരു ഒറ്റ പേരിലേക്ക് എത്തൂ. നിലവിൽ ഒറ്റ പേരിലേക്ക് എത്താൻ ദേശീയ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. കാരണം നമുക്കറിയാം, KC പക്ഷവും അതോടൊപ്പം VD പക്ഷവും 2 പേരുകൾ, അല്ലെ 2 or 3 പേരുകൾ പ്രധാനമായി മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൊടിക്കുന്നിൽ സുരേഷിന് വേണ്ടി VD പക്ഷം സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുന്നത്. അതേസമയം KC പക്ഷത്ത് നിന്ന് മാത്യു കുഴൽനാടൻ, അതോടൊപ്പം ഷാഫി പറമ്പിൽ തുടങ്ങിയ പേരുകളാണ് സജീവമായി ഉയർന്നു കേൾക്കുന്നത്. ഇവർക്ക് പുറമെയാണ് ക്രൈസ്തവ പ്രാതിനിധ്യം വേണം അധ്യക്ഷ പദവിയിൽ എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബെന്നി ബെഹനാന്റെ പേരും, അതോടൊപ്പം മറ്റ് പദവികളുള്ളവരെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടതില്ല, മുഴുവൻ സമയ ചുമതലയുള്ള ഒരാളെ വേണം ഈ പുതിയ ദൗത്യം ഏൽപ്പിക്കാൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2029 നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ജോസഫ് വാഴയ്ക്കന് അവസരം കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു വിഭാഗവുമുണ്ട്. ഇങ്ങനെ പല പേരുകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ചർച്ച പുരോഗമിക്കുകയാണ്. അത് ഒറ്റ പേരിലേക്ക് എത്തിക്കുക എന്നതാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് മുമ്പിലെ വെല്ലുവിളി. അതിന് മുന്നോടിയായാണ് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തിയുള്ള ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി ഡാൻ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.